ഞങ്ങൾ പുറത്തെടുക്കാൻ കൂടെയാണ് മംഗലാപുരത്തെ അവിടുന്ന് പ്രൊഡക്റ്റ് എത്തുന്ന സ്ഥിതി എന്താണെന്ന് വെച്ചാൽ പിന്നെ ഇത് ഒന്നായിട്ട് എത്തിച്ച ബെന്നി സാർ വലിയൊരു ഒന്നായിട്ട് കൊണ്ടുവന്നിട്ട് കൊയിലാണ്ടി അങ്ങാടി രാത്രി 12 മണിക്ക് ഇറക്കി കഴിഞ്ഞാൽ ഞങ്ങൾ ഇടേസ് അവിടെ എത്തിയിട്ട് അവിടെ നിന്ന് വീതം വെച്ചെടുക്കുക. അങ്ങനെയാണ് ഈ ഒരു ബിസിനസ് എന്ത് ചെയ്യുന്നത് ശരിക്കും തുടക്കത്തിൽ റൺ ചെയ്തെടുത്തത്. തുടക്കത്തിൽ ഇതിന്റെ ഗ്രോത്ത് ഒന്നും മനസ്സിലാക്കിയിട്ടൊന്നല്ല. ശരിക്കും ഞാൻ മുൻപ് ചെയ്തൊരു മേഖല എന്ന് പറഞ്ഞാൽ നിർമ്മാണ മേഖലയിലായിരുന്നു, ടൈൽസിന്റെ വർക്കായിരുന്നു. ആ ടൈൽസിന്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കെ വാലിച്ച് ഏരിയയിലൊക്കെ എന്ത് ചെയ്യുക ചുറ്റുപാടും പുറമേക്ക് ആ ചുറ്റുപാടും നമ്മുടെ നാട്ടിൽ കൂടി തന്നെയാണ് വർക്ക് ഉണ്ടായിരുന്നത്. ആ എടുത്തുകൊണ്ടിരിക്കുന്നത് പ്രതിസന്ധി നമുക്ക് ജീവിതത്തിൽ വരും, പല പ്രതിസന്ധി പല തരത്തിൽ വരും. അങ്ങനെ ഒരു പ്രതിസന്ധി എൻ്റെ ജീവിതത്തിൽ വന്നതെന്ന് വെച്ചാൽ എനിക്ക് അലർജി വന്നു, കെമിക്കൽ അലർജിയാണ്. ആ മേഖല നിർത്തേണ്ടി വന്നു, രക്ഷയില്ല, എന്തെങ്കിലും ചെയ്യണമല്ലോ, ജീവിക്കണമല്ലോ. അങ്ങനെ നിൽക്കുമ്പോഴാണ് കല്യാണം കഴിഞ്ഞൊരു ടൈമായിരുന്നു. കുറച്ച് ഗോൾഡ് എന്ത് ചെയ്യുന്നു വൈഫിന്റെ വീട്ടിൽ കിട്ടിയിരുന്നു. അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നു നമ്മുടെ ഗവൺമെന്റ് ലോൺ മുദ്രാ ലോൺ കൊടുക്കുന്നതിന് പറഞ്ഞിട്ട് 5 ലക്ഷത്തിന്റെ ലോൺ മുദ്രാ ലോണിൽ കിട്ടി. അങ്ങനെ എല്ലാം കൂടി ഇത് മാനിച്ച് ചെറിയൊരു ഷോപ്പ് സ്റ്റേറ്റ് അങ്ങനെ ഞാൻ ബിസിനസ്സുകാരനായിരുന്നു. പക്ഷെ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശയം നമ്മുടെ ഉള്ളിലേക്ക് ഉദിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്, ബിസിനസ്സായി മാത്രമേ വലിയ അച്ചീവർ ആവുന്നുള്ളത്. അങ്ങനെ ബിസിനസ് തുടങ്ങി. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ നമ്മൾ പല ആൾക്കാരും ബിസിനസ് തുടങ്ങി പൊട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഞാനും അതൊരു കുട്ടിയെ വ്യക്തിയാണ്. കാരണം എന്ന് വെച്ചാൽ തുടക്കത്തിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ത് ചെയ്യും, ഒരു ബിസിനസ് റൺ ചെയ്യാനുള്ള ധാരണ നമുക്കുണ്ടാകും. ശരിക്കും ബിസിനസ് അതല്ല. ഈ ബിസിനസ് അല്ലോട്ടോ ഞാൻ പറയുന്നത്, ട്രഡീഷണൽ മാർക്കറ്റിംഗ് ആണ് പറയുന്നത്. ഒരു ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ അവിടെ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യണോ, റീ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണോ, പിന്നെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ ബിസിനസ് റൺ ചെയ്യാൻ പറ്റും. പക്ഷെ എന്റെ കയ്യിൽ റീ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലായിരുന്നു. അതുകൊണ്ട് ബിസിനസ് ഒരു 4-5 വർഷം കൊണ്ട് ഞാൻ കൂട്ടിക്കെട്ടേണ്ടി വന്നു. പക്ഷേ ഭാഗ്യവശാൽ ആ കൂട്ടുന്നതിന് മുന്നേ ഒരു 2 കൊല്ലം മുന്നേ എന്റെ കയ്യിൽ ഈ ഒരു ബിസിനസ് കിട്ടി. അപ്പൊ ഇത് കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ എന്റെ ഒരു സുഹൃത്ത് എന്ന് പറഞ്ഞാല് ഷോപ്പിൽ വരും, സ്ഥിരമായിട്ട് വരും. അങ്ങനെ അവന് തിരിച്ചാൽ നമ്മുടെ ജാമ്യത്തായാലും ഹെയർ ഓയിൽ നല്ലൊരു 2-3 പ്രോഡക്റ്റ് എന്നെ പരിചയപ്പെടുത്തി. അപ്പോൾ സുഹൃത്തിനെ ഒഴിവാക്കണമെന്ന് പറഞ്ഞത് തിരിച്ചാൽ അതിലെ കുറച്ച് പ്രോഡക്റ്റ് ഞാൻ വാങ്ങി ഉപയോഗിച്ചു. അത് വാങ്ങി ഉപയോഗിച്ചപ്പോൾ നല്ല പ്രോഡക്റ്റാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് നല്ലതാണ്. നമ്മൾ പിന്നെ വാങ്ങി പല റെക്കമെൻഡ് കാര്യങ്ങളും ചെയ്യും, അത് പലർക്കും പറയുകയും ചെയ്യും. നമ്മൾ പലതും വാങ്ങി പലപ്പോൾ ടെക്സ്റ്റൈൽസ് പോയി നല്ല തുണി വാങ്ങിക്കാൻ നമ്മൾ ഒരു 10 ആളോടുള്ള പറയും. ഒരു ഡോക്ടറെ അടുത്ത് പോയി നല്ല കാര്യങ്ങൾ, നല്ല ഡോക്ടറാണ് എന്നൊരു 10 ആളോട് പറയും. ഞാൻ ഇപ്പോഴും പല ഡോക്ടറെ ഞാൻ ഇപ്പോഴും പരിചയപ്പെടുന്നുണ്ട്. ഇതേപോലെ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നല്ലതാണ്. അങ്ങനെ ഞാനിത് പരിചയപ്പെടാൻ വേണ്ടി അല്ല വന്നത്, ഇത് സുഹൃത്തിന് വേണ്ടി വാങ്ങി പ്രോഡക്റ്റാണ്. റിസൾട്ട് ആയപ്പോൾ പിന്നെ സാറ് എന്ത് ചെയ്യാൻ നിരന്തരം എൻ്റെ ഷോപ്പിൽ വരിക. എന്നിട്ട് എന്നോട് പറയാന്ന് ഒറ്റ ട്രെയിനിങ് നിങ്ങൾ വരണം കോഴിക്കോട്, ഒറ്റ ട്രെയിനിങ് വരണം. അവനെന്താ വെച്ചാൽ ട്രെയിനിങ് വരണം വെച്ചാൽ ഇത് അവൻ പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയാൽ അവൻ അറിയാം. അതുകൊണ്ട് എന്നോട് നിർബന്ധിച്ചിട്ടുണ്ട് ഈ ഒറ്റ ട്രെയിനിങ് കോഴിക്കോട് വരാൻ പറയാം. അപ്പൊ സുഹൃത്ത് പറഞ്ഞതിന്റെ ഫലമായിട്ട് ഒറ്റ ട്രെയിനിങ് കോഴിക്കോട് പോയപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഞാൻ എന്ത് ഞങ്ങളോട് ഷെയർ ചെയ്യാം. കാരണം വെച്ചാൽ നമ്മൾ നിലവിൽ ചെയ്യുന്ന ബിസിനസ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ധാരണ, മുമ്പത്തെ ധാരണ എന്താണെന്ന് അറിയോ, ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ ലക്ഷങ്ങൾ ഉണ്ടാകാനുള്ള ധാരണ നമുക്കുണ്ടായി. പക്ഷെ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ഇവിടെ ലക്ഷങ്ങളില്ലാണ്ട് ഏറ്റവും ചുരുങ്ങിയത് 5000 to 50,000 ഈ ഒരു ക്യാഷ് നമ്മൾ മുടക്കി കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിൽ നമ്മൾ കോടി ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ എന്ന് ശരിക്കും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് 8 കൊല്ലം കൊണ്ട് 8 കോടിക്ക് കൂടുതൽ ഉൾപ്പെടേണ്ട കോടിയാണ് 8 കോടി എന്ന സംഭവം ഒരിക്കലും നമ്മളെടുത്ത് 8 കോടി ഉൽപ്പന്നങ്ങളുടെ ടീം കൂടി വെച്ചിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ചെറിയൊരു സംശയം ഉണ്ടാവും, ഇതൊക്കെ നടക്കുക, ഇതൊക്കെ ഞാൻ എന്നാകാമെന്ന്. ഇതൊക്കെ നിങ്ങൾ ഇപ്പോഴത്തെ കാലത്ത് ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ശരിക്കും ഞാൻ ഇപ്പം നമ്മുടെ TC റാങ്ക് അച്ചീവർ ആയിട്ട് ഒരു സാറോട് സംസാരിച്ചത്. ആ TC റാങ്ക് എത്താൻ നിങ്ങളൊക്കെ ശരിക്കും 3 വർഷം കൊണ്ട് സാറ് 3.5 വർഷം TC എത്തിയത്. ഞാൻ TC റാങ്ക് എത്തിയത് 2.5 വർഷം എനിക്ക് TC എത്തുന്നത്. സ്റ്റാർട്ട് ചെയ്ത് 2.5 വർഷം എൻ്റെ TC എത്തിയത്. പാർട്ട് ടൈമാണ്, 3 വർഷം പാർട്ട് ടൈമാണ്. പക്ഷെ എന്നാലും പാർട്ട് ടൈം ചെയ്തിട്ട് എന്തെന്ന് വെച്ചാൽ ആ 2.5 വർഷം TC എത്തിയെങ്കിൽ ഇപ്പോഴത്തെ ഗ്രോത്ത് ഭയങ്കര. കാരണം ഇഷ്ടം പോലെ പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട്, ഒരുപാട് പ്രൊഡക്റ്റ്. അങ്ങനെ ഇതിന്റെ ട്രെയിനിങ് ഞാൻ അറ്റൻഡ് ചെയ്തപ്പോൾ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ചെറിയ മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. വലിയ സാർ ട്രെയിനിങ് ആയിരുന്നു, നന്നായിട്ട് പഠിച്ചു. ഇടനിലക്കാർക്കും പരസ്യക്കാർക്കും കൊടുക്കുന്ന പൈസ നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി. ഇത് പല ആൾക്കാർക്കും പറയുമ്പോൾ പെട്ടെന്ന് ഉൾക്കൊള്ളില്ല. കാരണം ഇത് മറ്റുള്ള പൈസ നമ്മുടെ കയ്യിൽ പരിപാടി പല ധാരണയാണ്. അങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കി ഘട്ടം ഘട്ടമായിട്ട് ഞാൻ എന്ത് ചെയ്ത് നിലവിൽ ചെയ്യുന്ന പണി നമ്മൾ എല്ലാ തുടക്കത്തിൽ ഉപയോഗിച്ച് പണ്ട് നമ്മൾ പല്ലിച്ചുണ്ടായിരുന്നു, ഉണ്ടായിരുന്നു. അത് മാറ്റി വളരേക്ക് മാറ്റി നമ്പൂരി കൂടിയിലേക്ക് മാറ്റി. അത് കഴിഞ്ഞ് അടുത്ത് നമ്മൾ അങ്ങോട്ട് മാറ്റി കോൾഗേറ്റിലേക്ക് മാറ്റി, പേസ്റ്റിലേക്ക് മാറ്റി. അത് നമ്മൾ ബ്രാൻഡ് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്മൾ മുൻപ് ഉപയോഗിച്ച മൊബൈൽ ഏതായിരുന്നു, മൊബൈലിന്റെ കണക്ഷൻ ഏതായിരുന്നു, പിന്നെ വോഡാഫോൺ അതിന് മുന്നേ ഉപയോഗിച്ച് BPL ഇതൊക്കെ അല്ലായിരുന്നു. അവിടെ നിങ്ങോട്ട് മാറി BSNL ഉപയോഗിച്ച് മാറി കേട്ടാൽ ഇപ്പൊ ജിയോ പല ആൾക്കാരായിരുന്നു ബ്രാഞ്ച് ചെയ്താൽ. ഈ ഒരു പണി നമ്മൾ ചെയ്യുന്നത് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന സോപ്പ്, വേസ്റ്റ്, ഹെയർ ഓയിൽ, ഷാമ്പു പോലത്തെ ഉൽപ്പന്നങ്ങൾ എന്ത് ചെയ്യാം, നമ്മളെ ഉൽപ്പന്നങ്ങൾ അവരിലേക്ക് എത്തിക്കുക. അതിനെന്ത് വേണം, അവരോട് എന്ത് ചെയ്യണം, അവരെ വീട്ടിൽ പോയിട്ട് മടിയാ പറയാൻ. തുടക്കത്തിൽ എന്തൊക്കെയോ ഉണ്ടായിരുന്നു, ആൾക്കാരോട് പേടിതെങ്ങനെ പറയാം, ഓരെന്ത് വിചാരിക്കും, ഇന്നത്തെ കുറെ ധാരണ നമുക്കുണ്ട്. എന്ത് വിചാരിക്കും,
ഓരോന്നും വിചാരിക്കുക. നമ്മൾ കൊടുത്താൽ വേണമെങ്കിൽ ഒരു വാങ്ങും, ഇല്ലെങ്കിൽ ഒരു ഒഴിവാക്കും. 2, 3 ഘട്ടം 4, 5, 10 പ്രാവശ്യം വീട്ടിൽ പോയാൽ എന്തെങ്കിലും ഒന്ന് വാങ്ങി വയ്ക്കും. ഒന്ന് ഉപയോഗിച്ച് അതിൽ കൂടി എന്ത് ചെയ്യും, കച്ചവടം കൊടുക്കുകയും ചെയ്യും. ഇതല്ലേ അങ്ങനെയല്ലേ കിട്ടുന്നത്? ഒറ്റ പ്രാവശ്യം ഉപയോഗിച്ച് കൊടുക്കാൻ ഈ ഒരു പണി നമ്മൾ ചെയ്താൽ മതി. നമ്മളൊന്ന് ബ്രാൻഡ് ചേഞ്ച് ചെയ്യുക. നമ്മൾ ചേഞ്ച് ചെയ്യണോ? നേരത്തെ വേണം ആരെ സംസാരിച്ച് ഞാൻ എല്ലാ പുറത്തും ഉപയോഗിച്ചു നല്ലൊരു കൈ പിടിക്കും. ഞാൻ എനിക്ക് കമ്പനി പല ആൾക്കാരുണ്ട് ഇപ്പോൾ ചെയ്യുന്ന ആൾക്കാർ. നമ്മളെ പുറത്ത് നമ്മൾ ഉപയോഗിക്കുക. ഇത് പുറമെ കൊടുത്ത് പൈസ ഉണ്ടാക്കും. നമ്മൾ മറ്റുള്ള പുറത്ത് വാങ്ങി ഉപയോഗിക്കും. ഒരിക്കലും നിങ്ങൾ ചെയ്യില്ല. നിങ്ങൾ എൻ്റെ വീട്ടിൽ ഞാൻ ഈ പ്രൊഡക്റ്റ് ഞാൻ എൻ്റെ വീട്ടിൽ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് എന്താ അങ്ങനെ ഷുഗർ പ്രൊഡക്റ്റ് ഉപയോഗിച്ചു, ഡയബാലസ് ഉപയോഗിച്ചു. ബാക്കി എല്ലാ പ്രൊഡക്റ്റും ഇപ്പൊ അടുത്തിറങ്ങിയ പ്രൊഡക്റ്റ് വരെ ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള സാധനമൊക്കെ എല്ലാ പ്രൊഡക്റ്റും നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് നീ കോൺഫിഡൻറ്റ് വർദ്ധിപ്പിക്കും. അതുകൊണ്ടാണ് വേണം അങ്ങനെ പറഞ്ഞത് പ്രൊഡക്റ്റ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവരും എന്ത് ചെയ്യുക, നിർബന്ധമായിട്ട് നിങ്ങളുടെ ടീം എന്ത് ചെയ്യുക, നമ്മുടെ പ്രൊഡക്റ്റ് എല്ലാവരും ഉപയോഗിക്കാൻ പറയാം. അങ്ങനെ ഞാൻ പ്രൊഡക്റ്റ് ഉപയോഗിച്ചു. ഇപ്പൊ എനിക്ക് ആരോട് പ്രൊഡക്റ്റ് ഒരു മടിയില്ല. എവിടെ പോയാലും, കല്യാണ വീട്ടിൽ പോയാലും മരിച്ച വീട്ടിൽ പോയാലും ഒക്കെ നമുക്ക് ഇതാ പറയാൻ പറ്റില്ല. ആൾക്കാർ പറയൂ നമ്മളുടെ തിരിക്കാൻ നമുക്ക് ഇതേ പറയാനുള്ളൂ, വേറെ നമ്മൾ ഇതല്ലേ പറയേണ്ടത്. അപ്പൊ ഈ ഒരു രീതിയിൽ എന്ത് ചെയ്യാം, ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് തിരിച്ച് നല്ലൊരു ടീമിനെ സെറ്റ് ചെയ്തു. തുടക്കത്തിൽ ഇപ്പം സാറ് പറഞ്ഞിട്ടുണ്ട്, തുടക്കത്തിൽ എന്ത് ചെയ്യും, ഇതേപോലെ മീറ്റിംഗ് സംസാരിക്കാനുള്ള കാര്യമൊന്നുമില്ലായിരുന്നു. കാരണം വെച്ചാൽ വിദ്യാഭ്യാസം പറഞ്ഞാൽ പ്രീ ഡിഗ്രി പാസ്സാണ്, പ്രീ ഡിഗ്രി ഫെയിലാണ്, SSLC പാസ്സാണ്, അത്രയേ ഉള്ളൂ. ഇതിൽ കൂടുതലൊന്നുമില്ല. പല ആൾക്കാരുടെ ധാരണ എന്താ വെച്ചാൽ വലിയ വിദ്യാഭ്യാസം വീട് വേണമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഇതിന് അതൊന്നും ഇവിടെ ആവശ്യമില്ല. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏറ്റവും സിമ്പിളായിട്ട് മലയാളത്തിൽ ബ്രോഷറുണ്ട്. ഈ ബ്രോഷർ ഇനി തമിഴ് വേണമെങ്കിൽ തമിഴ് ബ്രോഷറുണ്ട്, തെലുങ്കിലുണ്ട്, കന്നഡയിലുണ്ട്, ഒക്കെ എടുത്ത് ബ്രോഷറുണ്ട്. ഇതെന്ത് ചെയ്യാം, നിങ്ങൾ വേർഡുകൾ കൊടുത്തേക്കുക കാര്യങ്ങൾ. പിന്നെ പ്ലാൻ പ്രസന്റേഷൻ എല്ലാ ഭാഷയിലും ഉണ്ട്. പിന്നെ ഒരു തുടക്കക്കാരത്ത് പറയാൻ സാധ്യത എന്ത് ചെയ്യും, ഇതിന് വേണ്ട GT സെന്റർ പല സ്ഥലങ്ങളിലുണ്ട്. ഇവിടെ GT സെന്റർ ഉണ്ട്. ഇപ്പോൾ ഈ കളരി എന്ന് പറയുമ്പോൾ ഏറ്റവും നല്ല ആശയം. കാരണം വെച്ചാൽ അത് നല്ലൊരു കാര്യം. അത് ചെയ്ത് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഒരു പറ്റം ലീഡേഴ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു എഫേർട്ടിന് വലിയൊരു ഫലമുണ്ട്. അപ്പൊ ഇതേപോലെ എന്ത് ചെയ്യാം, നിങ്ങൾ ലീഡേഴ്സ് പറയുന്ന കാര്യങ്ങൾ ഒരു ശക്തമായി ഏറ്റെടുക്കുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും നല്ല നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇവിടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അറിയും. നമ്മളെ പ്രസൻസ് ഇല്ലെങ്കിൽ ഇപ്പൊ നമ്മളൊക്കെ ജീവിക്കുന്നത് എങ്ങനെയാണ്, ആക്റ്റീവ് ഇൻകത്തിൽ അത്രയും കാലം നമ്മൾ പോകും. ഇപ്പോഴും ചിലപ്പോൾ ആക്റ്റീവ് ഇല്ലായി, ഇപ്പോഴും നിങ്ങളുടെ ടീം സെറ്റായില്ല. ഇപ്പൊ നമ്മളെ പ്രസൻസിന് എനിക്ക് വരുമാനം കിട്ടുന്നുണ്ടായി, പ്രസൻസ് ആളെ വേണ്ടി വരും. പക്ഷെ 2, 3, 4, 5 വർഷം കഴിയുമ്പോൾ അവിടെ എന്ത് വരുന്നറിയും, നിങ്ങളെ പ്രസൻസ് ഇല്ലെങ്കിൽ. ഞാൻ ഇന്ന് ഷോപ്പിൽ എവിടെ ഒരു മാസം ഞാൻ വീട്ടിൽ നിന്നാൽ എനിക്ക് വരുമാനത്തിന് കൃഷിയില്ല, എന്റെ അക്കൗണ്ടിൽ വരുമാനമില്ല. ഞാൻ ഡാഷ്ബോർഡ് ഒന്ന് എടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മളെ ആപ്പ് കയറി ഡാഷ്ബോർഡ് കയറി വ്യക്തമായി വരുന്ന സെയിൽസിനെ കാണാം. ഞാൻ കഴിഞ്ഞ ഏകദേശം ചെറിയൊരു സർജറി കഴിഞ്ഞ് ഞാൻ 1 മാസം പോയിട്ടാണ്. ഈ വരുമാനത്തിന്റെ ഇടയിൽ അന്ന് NTC ബോണസ് എല്ലാ ബോണസും അന്ന് ഞാൻ അടിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഞാൻ പറയുന്നത് വെച്ചാൽ ഇത് നമ്മളെ കൈവല്ല. ഇതേപോലെ നമ്മളെ പ്രസൻസ് ഇല്ലാണ്ട് നമുക്ക് വരുമാനം കിട്ടാൻ പറ്റുന്ന, നമ്മളൊരു ഘട്ടത്തിൽ വീണ് പോയാലും നമ്മളെ കുടുംബത്തിന് സംരക്ഷിക്കാൻ പറ്റുന്ന, നമ്മളില്ലെങ്കിൽ നമ്മളെ കുടുംബത്തിന് ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. അതുകൊണ്ടാണ് നമ്മളെ കൂടെ നീങ്ങണം ഒരു പറ്റ ആൾക്കാരെ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. എങ്ങനെ പരിചയപ്പെടുത്തി? GT സെന്ററുകൾ, FSS 1-to-1, അതേപോലെ തന്നെ പ്രൊഡക്റ്റ് റീറ്റെയിൽ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് നിങ്ങൾ നിർബന്ധമായിട്ട് ഒരിക്കലും നിർത്താൻ പാടില്ല. ഞാൻ പറയാൻ കാരണം ഈ കമ്പനിയുടെ ഏറ്റവും വലിയ പൊസിഷൻ ഏതാണ്? ഞാൻ കഴിഞ്ഞ ദിവസം ബോംബെയിൽ ഞങ്ങളൊരു ട്രെയിനിങ്ങൾ ഫോട്ടോ കണ്ടിട്ടുണ്ട് ഗ്രൂപ്പിൽ. ഞങ്ങളൊരു പ്രോഗ്രാമിന് പോയി, കമ്പനിന്റെ പ്രോഗ്രാമാണ്. ഞാൻ അവിടെ പോയപ്പോൾ ഞാൻ NTC ആണ്. ഇവിടെ ഞാൻ ഭയങ്കര സംഭവിക്കാം. സിംഗപ്പൂർ പോയ NTC അല്ലേ, 2 കോടി അല്ലേ, ആളെ ഞാൻ ശിശുവല്ല. കാരണം പറയാം പ്രോഗ്രാമിന്റെ അടുത്തത് കമ്പനി അത്രയും വലിയ ഗ്രോത്തില്ല. നമുക്ക് മാറി ചിന്തിക്കാനുള്ള അവസരം അങ്ങനത്തെ പ്രോഗ്രാം. നമ്മൾ പ്രോഗ്രാം ലീഡേഴ്സ് വിളിക്കുമ്പോൾ നിങ്ങൾ പോകണം, വലിയ പ്രോഗ്രാം വിളിക്കുമ്പോൾ നിങ്ങൾ പോകണം എന്ന് പറയാൻ കാരണം അറിയാം. ഞാൻ അവിടെ പോയപ്പോൾ ഞാൻ ഒന്നുമല്ല, NTC ഒന്നല്ല, ഞാൻ ഏറ്റവും ബാക്കിൽ. നമ്മളെ ഒരു സ്റ്റാർ റൂമിലേക്ക് ഇരിക്കുമ്പോൾ ഞാൻ ഏറ്റവും ബാക്കിൽ ഇരിക്കുക. ഇവിടുത്തെ ഒരു പ്രോഗ്രാം ഇരിക്കുന്നത് അവിടെ ഡയമണ്ടിന് മാത്രമേ പ്രാധാന്യമുള്ളൂ. ഇപ്പൊ ഡയമണ്ട് ആണെങ്കിൽ എന്ത് വേണമെന്നറിയോ, എന്ത് വേണം, റീറ്റെയിൽ നിർത്താൻ പാടില്ല, റെക്കോർഡിൽ നിർത്താൻ പാടില്ല. കാരണം അറിയോ, ഇപ്പൊ 2 ലൈക്ക് എന്തെങ്കിലും ലീഡേഴ്സിന്റെ സപ്പോർട്ടോടെ അത് റെഡിയാണ്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ ബ്രാഞ്ച് 2 ലൈക്ക് ഇപ്പോൾ വേണം പറഞ്ഞേ. 2 ലൈക്കിൽ വന്ന് 22 TC ആവും, 5 വന്നാൽ ATC ആവും, 7 വന്നാൽ ATC എന്ന് പറഞ്ഞേ. ഇതെന്ത് ചെയ്യും, അങ്ങ് ഇറങ്ങിപ്പോകും. വിഷയം ഉണ്ടാകില്ല. ഒരു ഘട്ടം കഴിയുന്ന ലീഡേഴ്സിന് സപ്പോർട്ട് ഉണ്ടാവും, നമ്മളെ സപ്പോർട്ടൊക്കെ നമ്മളെ എഫേർട്ട് നോക്കും. പക്ഷെ 3-4 ലൈക്ക് ഡെവലപ്പ് ചെയ്യാൻ ആര് വേണം? നമ്മൾ തന്നെ. ഡയമണ്ട് ആണ് നമ്മൾ വിചാരിക്കുന്നത്. അതിനെന്ത് വേണം? റീറ്റെയിൽ അത്യാവശ്യം. റീറ്റെയിൽ ഇല്ലാണ്ട് ഇപ്പോൾ നടക്കില്ല. അപ്പൊ അനീസ് സാറൊക്കെ എപ്പോഴും പല സ്ഥലങ്ങളിലും റിട്ടേൺ പോയപ്പോഴോ കണ്ടിക്കോ ഓഫീസർ എത്ര സ്ഥലത്ത് ഞാൻ റിട്ടേൺ ഹോം മീറ്റിംഗ് എടുക്കുന്ന കണ്ടിട്ടുണ്ട്. അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യാൻ നിർബന്ധമായിട്ട് റീറ്റെയിൽ നിർത്തിട്ട് റീറ്റെയിൽ കൂടി മാത്രമേ നമുക്ക് വലിയ ഗ്രോത്ത് ഉണ്ടാക്കി എടുക്കാൻ പറ്റൂ. പിന്നെ നിങ്ങൾ ഒറ്റ കാര്യം തുടക്കക്കാരെന്നുള്ള പറയാണ്, ഒരുപാട് ലീഡേഴ്സിനോടല്ല പറയുന്നത്, നിങ്ങൾ കമ്പനി പ്ലാൻ ചെയ്യുന്നുണ്ടാവും.
കമ്പനി 1000-ഓളം പ്രൊഡക്റ്റുകൾ നമ്മൾ 2030 പ്ലാൻ ചെയ്യാൻ. ആ ഒരു 1000-ഓളം പ്രൊഡക്റ്റ് വരുമ്പോൾ നമുക്കെന്ത് വേണോ? പ്രൊഡക്റ്റ് കമ്പനി ഇറക്കി. പക്ഷെ ഇവിടെ നമ്മുടെ കയ്യിൽ എന്താ വേണ്ടത്? നമ്മളെ കൂടെ ആരാ വേണ്ടത്? കസ്റ്റമർ വേണ്ടേ? ആ കസ്റ്റമർ ആരുണ്ടാക്കിയെടുക്കണം? നമ്മൾ ഉണ്ടാക്കിയെടുക്കണ്ടേ? ഏറ്റവും ചുരുങ്ങിയത് ലീഡേഴ്സ് ഒക്കെ ഘട്ടഘട്ട വന്നുള്ളൂ. നിങ്ങൾ പ്രോഡക്റ്റ് കൊടുക്കുന്ന ഐഡിയിലെ 1-2 പ്രാവശ്യം MRP പിന്നെ ഐഡി അടിച്ചു കൊടുത്തില്ലേ 1000 കസ്റ്റമർ നമ്മളൊക്കെ ഉണ്ടാക്കിയെടുക്കണം. ബ്രാഞ്ച് വേണം, അതിന്റെ പണികളുണ്ട്. ജനങ്ങൾക്ക് ഒരു പഞ്ഞുമില്ല, അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. സോപ്പ് വേണ്ടേ, പേസ്റ്റ് വേണ്ടേ, തൊഴിലിന്റെ ആൾക്കാരുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, ഇവർക്ക് വേണ്ടിയിട്ടുള്ള ബ്രാഞ്ച് വേണ്ട, ബ്രാഞ്ച് ഇട്ടിട്ട് എന്ത് ചെയ്യാം, ഒരു 1000 കസ്റ്റമർ വന്നാൽ തന്നെ അവർക്ക് നമ്മളെ പേസ്റ്റും സോപ്പും ഹെയർ ഓയിലും കൊടുത്താൽ തന്നെ എന്തുണ്ടായെന്ന് അറിയോ? വേറൊന്നും വേണ്ട, ടീമൊന്നുമില്ല. നമ്മളൊരു ദിവസം ഒരു 10 വീട്ടിൽ പുറത്ത് കൊടുത്താൽ തന്നെ ഏറ്റവും ചുരുങ്ങിയ മാസം 25,000-30,000 അത് മാസം വേറൊന്നും വേണ്ട. ഇപ്പോഴത്തെ അവസ്ഥയിൽ 30,000 ഉണ്ടാകുന്ന ആൾക്കാർ ഒരു ദിവസവും പണിക്ക് മുതലാക്കാൻ 30,000 1000 രൂപയല്ല ടൈൽസ് പണിക്ക് ഉണ്ടാകുന്ന അവസരം എത്ര കിട്ടും. ഓരോരുത്തർ പറയും 1000 രൂപ 30 ദിവസം പണിക്ക് പോകാൻ പറ്റും. ഞാൻ പോയ ആളാ പറയാൻ കാരണം ഒരു 10-20 ദിവസം പണിക്ക് പോകാൻ പറ്റും. ഒരു 20,000 ഇപ്പോൾ ഏത് സാധാരണക്കാരനോട് പോലും കിട്ടുന്നുണ്ട്. ഇനി ഗവൺമെന്റ് മേഖല ആണെങ്കിൽ മാത്രമേ 50,000 മുകളിൽ കിട്ടുന്നുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചാൽ ഒരു 10-30 ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കസ്റ്റമർ ശൃംഖല ഉണ്ടാക്കിയിരുന്നു. ആ ശൃംഖല ഉണ്ടായി നിങ്ങളെ കുറച്ച് സ്റ്റോക്ക് വേണം, നിങ്ങൾ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തണം, പ്രൊഡക്റ്റ് കൊടുക്കണം, നിങ്ങൾ ഉപയോഗിക്കണം. ഇങ്ങനെ ഒരു ടീമിനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ ഒരു ഘട്ടം കഴിയുമ്പോൾ നമ്മളെ കണ്ട് കൈപിള്ള ആൾക്കാർ വരുമ്പോൾ ഇപ്പം നിങ്ങൾ ഞാൻ റൂബി ആയിട്ടുള്ള സ്റ്റാർ ആയിട്ടുള്ള ഈസിയായി ചിന്തിക്കുന്നെങ്കിൽ നാളെ നിങ്ങൾ അറിയാണ്ട് നിങ്ങൾ ടീമിൽ ആൾക്കാർ ചെയ്യും, ഗ്രോത്ത് വർദ്ധിപ്പിക്കുകയോ നിങ്ങൾ ഒറ്റയടിക്കുകയും നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങുള്ളൂ. അങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്ത് 2.5 വർഷം ഈസി ആയിക്കെങ്കിൽ അവിടെ മുമ്പോട്ടുള്ള എത്ര വർഷം, പിന്നെ 3.5 വർഷമല്ലേ, 3.5 വർഷം അല്ല 4.5 വർഷം. ഈ 4.5 വർഷം ഞാൻ ഇവിടെ ഉള്ളത് 2 കോടി കൂടെ അൻപീസ് വാങ്ങിയത്. തുടക്കത്തിൽ 450 രൂപ വരുമാനം കിട്ടാൻ ശരിക്കും 1-2 മാസം എടുത്തിക്കെങ്കിൽ ഈ നേരത്തെ സാറ് പറഞ്ഞ 2,10,000 STs റാങ്കിൽ ഞാൻ അടിച്ചു. ഇത്ര പ്രൊഡക്റ്റ് ഇല്ലാണ്ടാണ് അടിക്കുന്നത്. ഇന്ന് സീലിംഗ് അടിക്കുന്ന വിഷയമുണ്ട്, ഒരു വിഷയമില്ല. ഞാൻ മനസ്സിലാക്കുന്ന ഒരു വിഷയമില്ല. നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ നിങ്ങളെ ബ്രാഞ്ച് വേണ്ട ബ്രാഞ്ചിലുള്ള 2 വ്യക്തികൾക്ക് 1 ലക്ഷം തിരിച്ചിലാണോ 1 ലക്ഷം ബ്രാഞ്ച് കൊണ്ട് വാങ്ങിക്കൊടുത്താൽ നിങ്ങളുടെ അക്കൗണ്ട് 2.10 ഉണ്ടാവുന്നുള്ള നിമിഷമാക്കിയാൽ അതിനൊന്ന് പണി എടുത്താൽ മതി. കാരണം ഞാൻ 2,10,000 അടിക്കുമ്പോൾ എൻ്റെ കൂടെ ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത 4ാം ക്ലാസ്സിലുള്ള ഉമ്മർന്ന വ്യക്തി ഉണ്ടാവും, ഒബീസർ കാണിച്ചിട്ടുണ്ടാവും. ഒബീസർ കണ്ടില്ലേ, ഉമ്മർ സാർക്ക് 1,20,000 വാങ്ങിക്കൊടുത്തപ്പോഴാണ് എൻ്റെ അക്കൗണ്ട് 2,10,000 കിട്ടിയത്. അപ്പൊ ഈ ഒരു പണി നിങ്ങൾ എടുക്കാൻ തയ്യാറാകുകയാണെങ്കിൽ, നമ്മളെ കൂടെ വരുന്ന ആൾക്കാരെ പരിചയപ്പെടാൻ തയ്യാറാണെങ്കിൽ, ഇഷ്ടമുള്ള ആൾക്കാരെ കസ്റ്റമർ ഇത് പരിചയപ്പെടുത്തി ആരോട് ബിസിനസ് പറയും. ഒരാളോട് നമ്മൾ ബിസിനസ് പറയാൻ നിൽക്കണ്ട, കാണുന്നവരൊക്കെ നമ്മൾ ബിസിനസ് പറയാം. വരുന്ന ആൾക്കാർ വരട്ടെ, ഐഡിയ ഇല്ലേ. പിന്നെ ഐഡിയ അടിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ നിർബന്ധമായിട്ട് കാര്യങ്ങൾ ചെയ്യണം. ഒരിക്കലും നീര് അവരെ വിട്ട് കളയാൻ പാടില്ല. അവർക്ക് വേണ്ട വർഷത്തിൽ ഒരു പ്രാവശ്യം അവർക്ക് വേണ്ട പുറത്തെത്തിച്ചു കൊടുക്കണം. ഇന്ന് പല ആൾക്കാരും വർഷത്തിൽ ഒരു പ്രാവശ്യം ഐഡി കണ്ടാവും, പല മെട്രോഡ് നമ്മൾ പല സ്ഥലത്ത് കണ്ടാവും. ഒരിക്കലും അവർക്ക് തീരാ ഒരു പ്രാവശ്യം ഒരു മാസത്തിൽ ഒരു 1000 രൂപയുടെ സാധനം ഒരു ഐഡിയ ആക്ടിവേറ്റ് നടത്താൻ കഴിഞ്ഞാൽ 1000 പ്രൊഡക്റ്റ് വരുമ്പോൾ അത് കൊടുക്കാൻ ഒരു കസ്റ്റമറായിട്ട് അവിടെ മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ അടുത്ത 2 അച്ചീവ്മെന്റ്, 2 ഞാൻ പറഞ്ഞ അടുത്തൊരു അച്ചീവ്മെന്റ്, വിദേശത്ത് പോയ ആൾക്കാരുണ്ട്. വിദേശത്ത് പോയ ആൾക്കാർ ഫ്രീ ആയിട്ട് പോയ ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഞാൻ 2 രാജ്യം ഫ്രീ ആയിട്ട് പോയി. അതെന്തുകൊണ്ടാണ് ഈ കമ്പനി വിശ്വസിക്കണം. പിന്നെ അത് ഏറ്റവും കൂടുതൽ പോകാൻ സാധ്യത ആർക്കാന്നറിയോ? തുടക്കക്കാർക്ക്. ഞാൻ തുടക്കത്തിലാണ് തായ്ലൻഡ് ട്രിപ്പ് അച്ചീവ്. തുടക്കത്തിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് 1 വർഷം ആകുമ്പോഴേക്ക് കമ്പനി തായ്ലൻഡ് ടൂർ വെച്ചപ്പോൾ ആ ടൂറിന് വേണ്ടി എൻ്റെ ടീമൊന്നും കൂടല്ല, ഞാൻ ഒറ്റയ്ക്ക് റീറ്റെയിൽ ചെയ്തുകൊണ്ട് 3.5 മാസം കൊണ്ട് റീറ്റെയിൽ ചെയ്തുകൊണ്ട് ഞാൻ തായ്ലൻഡ് ടൂർ വിൻ ചെയ്തു. ആ തായ്ലൻഡ് ടൂർ പോയി തിരിച്ചു വരുമ്പോൾ കമ്പനി ഇപ്പോൾ ബോംബെയിൽ വെച്ച് നാഷണൽ കൺവെൻഷൻ ആണെങ്കിൽ ഇന്റർനാഷണൽ കൺവെൻഷൻ മുൻപ് കമ്പനി അവിടെ ദുബായിൽ വെച്ചു. ഇന്റർനാഷണൽ കൺവെൻഷൻ ആകുമ്പോൾ എനിക്ക് അവിടെ വലിയൊരു ഗുണമില്ല. ഞാൻ പറഞ്ഞുതരാം. ഇന്റർനാഷണൽ കൺവെൻഷൻ ഞാൻ പങ്കെടുക്കുമ്പോൾ ഞാൻ എന്തായാലും തീരുമാനം എടുത്തു. ദുബായ് തായ്ലൻഡ് പോയപ്പോൾ ഞാൻ ടൂറിനാണ് പോയത്. പക്ഷെ ഇവിടെ എനിക്ക് കുറേ ലീഡേഴ്സ് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഞാൻ ഒരു ശക്തമായ തീരുമാനം എടുത്ത് പ്രവർത്തിച്ചപ്പോൾ എൻ്റെ കൂടെയുള്ള ഒരു ഷാജി എന്ന വ്യക്തിയിലേക്ക് കൊടുത്തു. അവരെ പിഞ്ചയിപ്പിച്ചുകൊണ്ട് ഞാനും പിന്നാണ് 2 ആൾ ദുബായ് കൺവെൻഷൻ പങ്കെടുക്കാൻ അവസരം കിട്ടി. നിങ്ങൾ മനസ്സിലാക്കുന്നതാണ്. അവിടെ ശരിക്കും 1-1.5 ലക്ഷം രൂപ അന്ന് കമ്പനിക്ക് ചിലവാണ്. ഞാൻ അവിടുത്തെ ഫെസിലിറ്റി നോക്കാൻ ഞങ്ങൾ ഒരു നേരത്തെ ഒരു പ്രാവശ്യം ഒറ്റ പ്രാവശ്യം ഒരു ഊണിന് 2,000 രൂപ ഊണ് ഞങ്ങൾ കഴിച്ചിരിക്കുന്നത്. ഹോട്ടലിൽ 2,000 രൂപ വരുന്നതിന് കൂടി നമ്മളെ സ്വപ്നത്ത് പോലും കാണാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യം പറയുന്നത്. അപ്പൊ ഇതൊക്കെ കമ്പനി തരും. ഇതിൽ നമ്മൾ വിശ്വസിക്കണം. കമ്പനി മാത്രം വിശ്വസിച്ച പോരാ, ഇടയ്ക്കൊണ്ട് വിശ്വാസം വേണം, പ്രൊഡക്റ്റിൽ വിശ്വാസം വേണം. പ്രൊഡക്റ്റ് നല്ലതല്ലേ, ലീഡേഴ്സ് വിശ്വാസം തന്നെ, പ്ലാനിൽ വിശ്വാസം അല്ലേ, പ്ലാൻ പഠിച്ചിക്കോ,
പ്ലാന് വ്യക്തമായിട്ട് ഈ കളരി വെച്ച് നിങ്ങൾ പഠിച്ചിരിക്കണം. ഈ പ്ലാന് പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴൊന്നല്ല ഇപ്പോഴത്തെ ഇങ്കൊന്നും ഇങ്കല്ല. ഒരു ഘട്ടം കഴിഞ്ഞാലില്ലേ ഞാൻ DTC ലോയൽറ്റി ബോണസ് അടിക്കുന്ന ആൾക്കാരോടൊക്കെ അവിടെ അങ്ങോട്ട് കഴിഞ്ഞാൽ പെർഫോമൻസ് ബോണസ്, NTC ബോണസ് ഏറ്റവും സിമ്പിളാണ്. NTC ബോണസ് ഒരു വിഷയമില്ല. നിങ്ങൾ NTC ആയ NTC ബോണസ് 10-12,000 രൂപ എന്തായാലും നിങ്ങൾക്ക് കമ്പനി വെറുതെ തരുമ്പോൾ എല്ലാ മാസം ഏറ്റവും സിമ്പിൾ ആയിട്ട്. അതിന്റെ ഫോട്ടോ നിങ്ങൾ NTC ബോണസിന്റെ ഫോട്ടോ ഗ്രൂപ്പ് ആണല്ലോ കാണില്ല. കാരണം എന്താ അറിയോ, പൊതുവെ ഇടില്ല. ഞാൻ കൊടുക്കല്ലേ ഏറ്റവും സിമ്പിളാ. അത് ഏറ്റവും സിമ്പിൾ ആയിട്ട് അടിക്കും. ഇപ്പൊ ഒരു മാസം 12,000 കിട്ടാൻ ഏറ്റവും സിമ്പിൾ. അത് ഒരു വിഷയമില്ല. റീപർച്ചേസ് ആണ്, അത് കിട്ടുക ഉറപ്പാണ്. ഞാൻ ആ ഫോട്ടോ ഞാൻ ഓൾറെഡി കഴിഞ്ഞ ആഴ്ച അടിച്ചു കഴിഞ്ഞില്ല, ഒരാഴ്ച മുമ്പുണ്ട്. ഞാൻ ഫോട്ടോ ഉണ്ടാകുന്ന പറഞ്ഞത് അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അത് അതിന് ഫോട്ടോ വരില്ല. നമ്മൾ അതിന് ഫോട്ടോ അയക്കും. NTC ബോണസിന് ഫോട്ടോ പുതിയ പെർഫോമൻസ് ബോണസും കാര്യങ്ങളും മാത്രമേ വരുള്ളൂ. അപ്പൊ ഇത്രയും സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി. അപ്പൊ ഇതേപോലെ എന്താ വെച്ചാൽ തായ്ലൻഡിൽ പോയി, അവിടെ പോയി, അത് ദുബായി പോയി ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ അവിടെ നിർത്തി. എന്താ വെച്ചാൽ ഇവിടെ ഇതേപോലെ എനിക്ക് തുടക്കത്തിൽ നേരത്തെ വേണം സംസാരിച്ചു, സീന വേണം സംസാരിച്ചത്. തുടക്കത്തിൽ എനിക്ക് സംസാരിക്കാൻ ഭയങ്കര പേടിയായി. ഞാൻ എന്തായാലും മീറ്റിംഗ് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ 10 ആൾ ഇരുന്ന് സംസാരിക്കുമ്പോൾ എത്തുമ്പോൾ അടി കൂടുതൽ കച്ചറുണ്ടാക്കാൻ പാടുമ്പോൾ എങ്ങനെ സംസാരിക്കും. പക്ഷെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഭയങ്കര പേടിയായിരിക്കും. എന്തായാലും എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ അതേപോലെ എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ സംസാരിക്കുമ്പോൾ ഏകദേശം റൂബിയൊക്കെ വിളിക്കാൻ നമുക്ക് എനിക്കൊരു ഐഡിയ എന്താ വെച്ചാൽ ഞാൻ മൊബൈൽ ഒറ്റ എടുക്കും, മൊബൈൽ വെച്ച് ഒറ്റ പോകാതിരിക്കാൻ തുടക്കത്തിലാണ് വിളിക്കും. നിങ്ങൾ വിളിക്കുന്ന നമുക്ക് അറിയാം. അന്ന് കുറഞ്ഞ റൂബിയേ ഉള്ളൂ. ഇതേപോലെ എല്ലാവരെയും വിളിക്കുന്നില്ല, ഓരോരുത്തർ പേരെടുത്താൽ വിളിക്കാം. ഇപ്പൊ എന്റെ പേര് വിജേഷ് വിളിക്കുന്ന കണ്ണലിൽ വിളിക്കും. ഞാൻ ഫോൺ എടുത്ത് ഞാൻ ഇറങ്ങി വിളിക്കും. അങ്ങനെ ഒരു ദിവസം ഒരു എന്റെ ലീഡർ ഉദ്ദേശിച്ചാൽ ഒറ്റ പണിയെടുക്കും. ലീഡർ തന്ന പണിയാണ്. ഇതേപോലെ ചെറിയൊരു GTC ഉണ്ട്. ലീഡർ എന്താണെന്നറിയോ, ലീഡറാണ് ഞാൻ പ്ലാൻ എടുക്കേണ്ടത്. ഞാൻ അത്യാവശ്യം MCO തുടങ്ങിയ ടൈമാണ് പ്ലാൻ എടുക്കേണ്ടത്. ലീഡർ അങ്ങ് പോയപ്പോൾ വന്നില്ല. ലീഡർ വന്നില്ല. അവസാനം ഇപ്പോൾ കുറച്ച് ആൾക്കാർ വിളിച്ചിട്ട് പ്ലാൻ എടുക്കണം. ഞാൻ ലാപ്ടോപ്പ് വെച്ചിട്ട് ഞാൻ പ്ലാൻ തുടങ്ങി. കുറേ കഴിഞ്ഞ് പ്രൊഡക്റ്റൊക്കെ ഞാൻ പറഞ്ഞു. അവസാനം പ്ലാൻ പറയാൻ പറ്റുമ്പോൾ എനിക്ക് ചെറിയൊരു പറയുക എനിക്ക് പറയാൻ കിട്ടുന്നില്ല. ഒറ്റ ഐഡിയ ആണ് എനിക്ക്. ബാക്കി കാര്യം അപ്പോഴേക്ക് ലീഡർ ആവുന്നെങ്കിൽ ബാക്കി കാര്യങ്ങൾ ഗ്രേക്ക് ഞാൻ ഏറ്റവും സിമ്പിളായി കാര്യം നടന്നില്ലേ, നമുക്ക് നടന്നതല്ലോ. അപ്പൊ നമുക്ക് ഒരു കോൺഫിഡൻസ് കിട്ടി. ഇതേപോലെ ഈ പ്രോഗ്രാമിൽ നമുക്ക് കോൺഫിഡൻസ് കാര്യങ്ങൾ ഇങ്ങനെ എന്തെന്ന് വെച്ചാൽ ദുബായി പോയപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് കിട്ടിയത് എല്ലാവരും വന്നിട്ട് ഇംഗ്ലീഷ് നിങ്ങൾ സാറേ വിടുകയാണ്. നമുക്ക് മനസ്സിലാവുന്നില്ല. കുറച്ച് കേട്ടാൽ മനസ്സിലാവും. നമുക്ക് അത്ര ആകില്ല. നമ്മുടെ നമ്മുടെ മുബീൻ സാറുണ്ട്, അനീ സാറുണ്ട്, ഇവരൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അതിന്റെ മുന്നിൽ ഒരു ലീഡർ വന്നാൽ എനിക്ക് കോൺഫിഡൻസ് സാറ് വന്നിട്ട് മലയാളത്തിൽ അത് വായിച്ച് സംസാരിക്കും. നിങ്ങൾ അതിൻ്റെ അവസരം നോക്കി. പിന്നെ ഒരു കോൺഫിഡൻസ് നമുക്ക് എന്ത് നൽകും, മലയാളം ഉണ്ടെങ്കിൽ മതി എന്തിന് ഈ ലൈഫിൽ അപ്പൊ ഇതൊക്കെ ആ ഒരു കോൺഫിഡൻസ്. ഇവിടെ ഞാൻ പറഞ്ഞ ഇവിടെ വിദ്യാഭ്യാസം വിഷയമല്ല, ജാതി വിഷയമല്ല, മതം വിഷയമല്ല, ലിംഗം വിഷയം, ഇതൊന്നും വിഷയമല്ല. നമ്മൾ ചെയ്ത് വിജയിക്കാൻ ഉറച്ച തീരുമാനം എടുക്കുകയാണെങ്കിൽ, നമ്മളെ കൂടെ ഒരു പറ്റം ലീഡേഴ്സിനെ വിജയിപ്പിക്കാനുള്ള തീരുമാനം എടുക്കുകയാണെങ്കിൽ നമുക്ക് വലിയ അച്ചീവായിട്ട് മാറാൻ പറ്റും. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ ഇതൊന്നറിയോ, ഞാൻ ഇഷ്ടംപോലെ രാഷ്ട്രീയ രാഷ്ട്രീയം പറയല്ലേ നേതാക്കളുണ്ടാവും. ഇവിടെ രാഷ്ട്രീയത്തിൽ ഇന്നലെ നമ്മുടെ VS അച്യുതാനന്ദൻ കിട്ടിയ കുട്ടികളെ പിന്നെ ഒരു വിഷയത്തിൽ സംസാരിച്ചത്. അപ്പൊ ഈ VS അച്യുതാനന്ദനെ കിട്ടിയ അത്രയും കിട്ടിയ ആൾക്കാർ ഇപ്പൊ രാഷ്ട്രീയത്തിൽ കേരളത്തിൽ അത് എന്തുകൊണ്ട് അദ്ദേഹത്തെ കിട്ടി? അദ്ദേഹം രാഷ്ട്രീയ നേതാവിനെ കൊണ്ടല്ല. എന്തുകൊണ്ടാണ്? അദ്ദേഹം കർഷക തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട്, പണ്ടത്തെ പാവങ്ങൾക്ക് വേണ്ടി ഇഷ്ടം പോലെ എഫേർട്ടിന്റെ ഫലമായിട്ടല്ലേ അവർ ഓർമ്മിക്കുന്നത്. അതുകൊണ്ടല്ലേ എന്റെ തലമുറ ഇങ്ങനെ നടക്കാനുണ്ടായ ഒരു കാര്യം ഉണ്ടാക്കിയിട്ട് ആരാ? അച്യുതാനന്ദനല്ലേ. ഇനി നാളെ നമ്മൾ വിചാരിച്ച കിട്ടുമ്പോൾ അങ്ങനത്തെ ഒരു ചെമ്പ് കിട്ടുകയാണ് ലൈഫ്. എങ്ങനെയാ സാധാരണക്കാരെ ബിസിനസ് പരിചയപ്പെടുത്തിയിട്ട് അവനെ വേഷവും മാറ്റി. ഇപ്പൊ മുൻപ് ഞാൻ പറഞ്ഞു, ഞാൻ മുൻപ് കള്ളിമുമ്പ് വായിച്ചിരുന്ന ഇന്ന് ഇങ്ങനെയാണ് ഇൻസൈഡിൽ കൊണ്ടെടുത്ത് ഈ അവസ്ഥയിലേക്ക് ഒരു 100 ആളെ മാറ്റി കഴിഞ്ഞാൽ ആ 100 കുടുംബം പറയല്ലേ നിങ്ങളോട് ഇതിനായിരുന്നു നേടാണ് അല്ലെ പേര് പറയല്ലേ. ഇതേപോലെ മാറ്റാൻ വലിയൊരു ഓപ്പർച്യൂണിറ്റി ഞങ്ങൾ പരിചയപ്പെടുത്തിയ ആൾക്കാരാണ്. വരുമാനം ആഗ്രഹിക്കുന്ന ആൾക്കാർ അധികം കാലം പൈസ സഹായിക്കാൻ പറ്റും. ഞാൻ എൻ്റെ വീട്ടിൽ ഒരു 10 ആൾ ഇടയ്ക്ക് ഇങ്ങനെ ഒരു സുഹൃത്ത് ഇങ്ങനെ ഒരു 100 ഇങ്ങോട്ട് 500 ഇങ്ങോട്ട് 1, 2, 3, 4 പ്രാവശ്യം വിളിച്ചു. പിന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുമോ? പക്ഷെ നമുക്ക് എന്താ നല്ല എന്താ ഓനെ കൊണ്ട് വിളിക്കുക, ഇരുത്തിക്കുക, പ്ലാൻ പ്രസന്റ് ചെയ്യുക, നല്ലൊരു അവസരം ഉണ്ട്. ഇത് കാണിച്ചിരിക്കുന്ന പറഞ്ഞ പോലെ ഓനതുപോലെ എന്നും ഓന് ഇതാക്കിയല്ലേ. അതുപോലെ നിങ്ങൾ അടുത്ത വീട്ടിൽ സാമ്പത്തിക ചില ആൾക്കാർ പറയും നമുക്ക് തോന്നല വലിയ വലിയ പൈസക്കാരെ വീട്ടിൽ പോയപ്പോഴേ നമ്മൾ കൂടെ വരുമെന്ന് ചിന്തി ആൾക്കാരുണ്ടല്ലേ, പറയാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരുണ്ടല്ലേ. വലിയ പൈസക്കാരോട് പറയാൻ ഒന്നും വിചാരിക്കേണ്ട. ഓവറായിട്ട് ചിലപ്പോൾ നല്ല കോണ്ടാക്ട് ചെയ്യാം. എന്റെ കൂടെ ഒരു ലേഡില്ല, ആവിധം പറഞ്ഞ ഏടെന്ന് പറയാൻ കൊടുവില്ല. ഞാൻ ആ വീട്ടിൽ പോകുമ്പോൾ ഫസ്റ്റ് ഞാൻ പോയത് അവർ വീട്ടിലേക്കുള്ള പ്രൊഡക്റ്റ് കൊടുക്കാനാണ് പോയത്. അവിടെ പ്രൊഡക്റ്റ് കൊടുക്കാൻ പോയപ്പോൾ ഞാൻ വിചാരിച്ച ലെവലിൽ ചെയ്യുന്നു. രണ്ട് ഇന്നോവ കാറുണ്ട്, മക്കൾ 2 ആൾ ഗൾഫിലാണ്. ഒരു മറ്റേ അത്യാവശ്യം എന്താ വെച്ചാൽ അങ്ങനെ പറയേണ്ട ഈ ഗോൾഡിന്റെ ഒക്കെ ഇടപാടൊക്കെ ആൾക്കാരാണ്. പൈസ അത്യാവശ്യം കഴിഞ്ഞിട്ടുണ്ട്.
ഇവരെ എടുത്ത് പോയിട്ട് പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ് ഈ ആവിനാടിന്റെ ബോധ്യപ്പെട്ട് ഇവർ ഏറ്റവും ചുരുങ്ങി 5 ലക്ഷത്തിന്റെ കച്ചവടം എന്റെ ടീമിൽ ഓലെ ഞാൻ പുറത്തോ ഞാൻ എത്തിച്ചു കൊടുക്കും. അത് നമ്മള് ഓരോ പുറത്ത് വാങ്ങി വിടുന്നു, ഞാൻ എത്തിച്ചു കൊടുക്കും. നമുക്ക് നമ്മളെ ജീവിതമല്ലേ വലുത്, നമുക്കിതല്ലേ വലുത്. ഞാൻ ഓലെ വിളിക്കും, ഒരുപാട് പുറത്ത് വീട്ടിലെത്തിച്ചു. ഈ ഒരു പണി നിങ്ങൾ ചെയ്യും. നമ്മളെ കൂടെ ഞാൻ ഇന്ന് വരുമ്പോൾ ഞാനൊരു 10 വീട് സാധനം കൊടുക്കും. വെറുതെ പറയാം, നമ്മൾ സീരിയസ് അല്ല. ഞാൻ തലേന്ന് വിളിക്കും. പ്രൊഡക്റ്റ് അത്യാവശ്യം മുൻകാലത്തിന്റെ കൂടെ പ്രവർത്തിച്ച് എന്റെ ടീമിൽ വന്ന് എന്റെ ടീമിൽ വന്ന് നിർത്തിപ്പോയ കുറെ ആൾക്കാർ, ഓരൊക്കെ ഞാൻ വെറുതെ ഇങ്ങനെ ഫോൺ നമ്പർ എടുത്തിട്ടുണ്ട്. എന്റെ ലീഡർ പരിചയപ്പെടുത്തിയ ആൾക്കാർ വേറെ ആരോ ആയിരിക്കും. അതങ്ങനെ മനസ്സിലാക്കണം. ആരോ പരിചയപ്പെടുത്തിയിരിക്കും. പക്ഷെ ഓരോ നമ്പർ എന്റെ അടുത്തുണ്ടായിരുന്നു. ഈ നമ്പറിൽ ഞാൻ വിളിക്കും, ബന്ധം ഞാൻ തുറക്കും. അതുകൊണ്ട് ചില ദിവസം ഡയബാലൈഫിന്റെ ആവശ്യക്കാരുണ്ട്, ഈ സ്പൈറിന്റെ ആവശ്യമുണ്ട്. ഓരോ സാധനത്തിനും ആവശ്യക്കാരെ വിളിച്ചു കഴിഞ്ഞാൽ അത് വേണം, അല്ലെ 10 വേസ്റ്റ് തന്നു കൊടുക്കുന്ന അത്യാവശ്യം ഇവിടെ കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ നമ്മൾ വീട്ടിൽ കൊണ്ടുപോകും. നമ്മളെ പണി എന്തല്ലേ വേറെ. നമ്മളൊരു വണ്ടി എടുത്താൽ ഈ കാറ് പറഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽസ് റാങ്ക് എത്തിക്കും. ഞാനിപ്പോൾ കാറ് മാറ്റാൻ ടൈമായി. കാറ് മാറ്റാത്തതറിയോ? എനിക്ക് എന്റെ ബിസിനസ് പോയി ലക്ഷങ്ങൾ വെച്ച് 10-15 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു. ബിസിനസ്സാണ് കുറച്ച് വലുതായി പോയി. നമ്മളിപ്പോൾ കുറച്ച് പൈസ കാർഡ് വാങ്ങി ലോണും കാര്യങ്ങളും എടുത്ത് ഒരു ഷോപ്പ് 2 ഷോപ്പാക്കി മാറ്റി. അതിനുശേഷമാണ് മൈലേജ് കിട്ടുന്നത്. അല്ലെ ആ 2ാമത്തെ ഷോപ്പിലേക്ക് നമ്മൾ പോവില്ല. അങ്ങനെ ഷോപ്പായി. അതൊക്കെ അവസാനം കൊള്ളുന്നത് വെച്ചാൽ കാരണം വെച്ചാൽ ഒരു 25 ലക്ഷം മുടക്കി കഴിഞ്ഞാൽ അടുത്ത് 2, 3, 25 നീയും പലിശയൊക്കെ ഇടയ്ക്ക് വാങ്ങുന്ന ഒരു 50 ലക്ഷം രൂപ മാറും. പിന്നെ നമ്മളെ പണി ഒഴിവാക്കില്ല. ഏറ്റവും ചുരുങ്ങി മാസം 20,000 കിട്ടുന്ന പണി ഒഴിവാക്കുമ്പോൾ ഒരു കൊല്ലം കൊണ്ട് അത്ര പൈസ പോകും. അങ്ങനെ ഒരു 50 ലക്ഷം കിട്ടും. ആ 50 ലക്ഷം പോയത് കൊണ്ട് 50 ലക്ഷം ഘട്ടഘട്ടമായി കൂടി അത് ചിലപ്പോൾ ഒരു കോടിയിലേക്ക് ആയിട്ടുണ്ടാവില്ല. കുറച്ച് വരുന്നുണ്ട് കിട്ടും. കാരണം പിന്നെ എന്തായാലും കുറച്ച് വളരെ വരുമാനം, തുടക്കത്തിൽ വരുമാനമൊന്നുമില്ലല്ലോ. ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് എന്തായാലും വരുന്നൊരു 5-6 മാസങ്ങളിൽ അടുത്തൊരു വണ്ടിയിലേക്ക് മാറുമ്പോൾ ഇത് ഞാൻ ഡീറ്റെയിൽസ് ബാങ്കിൽ എത്തിക്കും. ഈ ലേഡീസ് ആണെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ നമ്മളൊരു വന്നിട്ട് മാലിശ്ശേരി നമ്മളൊരു സ്ഥലത്ത് വന്നിട്ട് ശ്രീജേഷ് തുടക്കത്തിലുള്ള ശ്രീജേഷിന് കാറെടുക്കാൻ പറ്റിയതാണ്. പക്ഷെ ഈ പ്രൊഡക്റ്റ് ഈ കമ്പനിയുടെ ബിസിനസ്സിന്റെ ഒറ്റ കാരണം കൊണ്ട് ഞാൻ ഒരു വണ്ടി എടുത്തത് കൊണ്ടാണ് എനിക്ക് ഈ ഒരു കുറഞ്ഞ കാലം കൊണ്ട് ഇത്രയും വലിയ ഗ്രോത്തിലേക്ക് എത്താൻ പറ്റിയത്. ആ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്ലോട്ടിംഗ് ഓഫീസാണ്. അതിൽ കൂടിയാണ് കാര്യങ്ങളോ പുറത്തെത്തിയ കാര്യങ്ങൾ ലക്ഷങ്ങൾ. കാറിൽ ഞാൻ സീറ്റ് അങ്ങോട്ട് മറിച്ചിട്ടിട്ട് അതിൽ വടകരയിൽ മാറുമ്പോൾ ഞാൻ പ്രൊഡക്റ്റ് കണ്ണൂരിൽ വരെ പുറത്തുകൊണ്ടു. പണ്ട് നമ്മൾ അഡ്വാൻസ് ഫീ ചെയ്യലായിരിക്കും. അത് ഞാൻ കണ്ണൂരിനാണ് പുറത്തെടുത്ത് അടയ്ക്ക് ആണെന്ന് എടുത്തിട്ട് വരും. അപ്പൊ ഇത്രയൊക്കെ ആ വണ്ടി കൊടുക്കും. ഞാൻ നമ്മളെ കയ്യിൽ എന്തുണ്ടോ അതുകൊണ്ട് ഇതിനു വേണ്ടി ഉപയോഗപ്പെടും. അങ്ങനെ നമ്മൾ പ്രവർത്തിക്കാൻ തയ്യാറാകുകയാണെങ്കിൽ, നമ്മളെ കൂടുതൽ ആൾക്കാർ വിജയിപ്പിക്കാൻ തയ്യാറാണെങ്കിൽ ഏറ്റവും വലിയ അച്ചീവറായിട്ട് മാറാൻ പറ്റും. ഞാൻ കൂടുതലൊന്നും ഗ്രഹിക്കുന്നില്ല.